മാന്യപ്രേക്ഷകർക്ക് ദിവ്യകാരുണ്യനാഥന്റെ നാമത്തിൽ കോർപ്പസ് ക്രിസ്തി മനനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സ്തോത്രയാഗ പ്രാർത്ഥന നമ്മൾ കൂടുതലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്നൊരു പ്രഖ്യാപനം അച്ഛൻ നടത്തുമ്പോൾ നമ്മൾ ഈശോയുടെ പീഡാസഹന മരണവും ഉത്ഥാനവും അവിടുത്തെ വീണ്ടും വരവും എല്ലാം നമ്മൾ പ്രഘോഷിക്കും. അത് അനംനേസിസിൻ്റെ ഭാഗമാണ്. അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപന നിമിഷവും കൂടിയാണ്. നോക്കൂ, ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങൾ പ്രഘോഷിക്കാൻ പരിശുദ്ധ ദിവ്യബലി മധ്യേ നമുക്ക് സാധിക്കുമ്പോൾ, അതും ഈശോയുടെ ശരീരരക്തങ്ങളായി അപ്പവും വീഞ്ഞും മാറിക്കഴിഞ്ഞിരിക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ഉച്ചത്തിൽ നടത്തുന്നത് എത്രയോ ഉചിതമായ കാര്യമാണ്. ഇനി അതോടൊപ്പം നമ്മൾ അർപ്പണമാണ് നടത്തുന്നത്. ആ വലിയൊരു സമർപ്പണം. അവിടെ ഈ ബലിവസ്തു പരമപിതാവിന് നമ്മൾ അർപ്പിക്കുന്നുണ്ട്. ഇനി ഓർക്കണം, നമ്മെ തന്നെ അർപ്പിക്കുകയാണ്. പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനകളിലേക്ക് കടക്കുന്നു. സഭ മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ സഭ 3 സഭ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. 1 സമരസഭ, ജീവിച്ചിരിക്കുന്ന മനുഷ്യര്, ജീവിത ആയോധനത്തിലായിരിക്കുന്നവര് സമരസഭ. വിജയസഭ, ജീവിതം വിജയകരമായി പൂർത്തിയാക്കിയവര്, വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗീയ അനുഭവത്തിലായിരിക്കുന്നവർ. 3 സഹനസഭ, ശുദ്ധീകര അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മരിച്ചവര്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം വളരെ സുന്ദരമാണ്. സഭയുടെ സമഗ്രത അല്ലെങ്കിൽ പുണ്യവാന്മാരുടെ ഐക്യം എന്ന ആ ഒരു വിശ്വാസ ഭാഗം ജീവിക്കുന്ന നിമിഷമാണ്. അങ്ങനെ അതിസുന്ദരമായ ആ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് എന്നോർക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരന്തരം സ്തുതിയുണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം.